ഹായ് നദാൻ സ്പേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് ഒത്തിരി വെയിറ്റ് ചെയ്തിട്ടുള്ളൊരു വീഡിയോ ആണ്. നമ്മുടെ ആനുവൽ റിക്രിയേഷൻ്റെ ഭാഗമായിട്ട് സ്കൂൾ നമുക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്ത ഒരു ഡേ പിക്നിക്കിൻ്റെ വീഡിയോ ആണ് ഇത്. നമ്മൾ ഒരു ദിവസം എൻജോയ് ചെയ്തതിൻ്റെ ഫുട്ടേജുകളെല്ലാം ഒന്നിച്ച് ചേർത്ത് നമ്മുടെ ഒരു ബ്യൂട്ടിഫുൾ മെമ്മറി ആയിട്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുത്ത ഒരു വീഡിയോ ആണിത്. അപ്പം നമ്മൾ ടൂർ പോകുന്നത് സിൽവർസ്റ്റോമിലേക്കാണ്. കുഞ്ഞുങ്ങളെല്ലാവരും ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. കാരണം അവർ ടൂറിസ്റ്റ് ബസ്സിൽ പോവുക, നമ്മുടെ പേരൻസ് വരുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും. രാവിലത്തെ നമ്മുടെ സ്കൂളിലെ പ്രെയറും അതുപോലെ തന്നെ ജപമാല മാസാചരണത്തിൻ്റെ ഭാഗമായിട്ടുള്ള കൊന്തയും ഒക്കെ കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുൾ ഒരു ട്രിപ്പ് മോഡ് ഓൺ ചെയ്തത്. എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിരുന്നു. എല്ലാവരെയും ഉണ്ടായിരുന്നു. നമ്മുടെ ഫുഡൊക്കെ നമ്മൾ കഴിച്ചിട്ട് ഇറങ്ങിയെങ്കിലും നമ്മൾ ഷെയർ ചെയ്യുന്നതിൻ്റെയും കെയർ ചെയ്യുന്നതിൻ്റെയൊക്കെ വലിയൊരു സന്തോഷം കിട്ടുന്ന ഒരു ദിവസമായിരുന്നു ഞങ്ങൾ ഈ ഡേ ട്രിപ്പ് പോയത്. നമ്മൾ ടൂർ പോകാനെല്ലാം നമ്മളെല്ലാവരും സ്നാക്സൊക്കെ കരുതിയിട്ടുണ്ടെങ്കിലും സിസ്റ്റർ അതിന് വേണ്ട എല്ലാ സജ്ജീകരണങ്ങളും ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക് ലോലിപോപ്സ് ഉണ്ടായിരുന്നു, ആപ്പിള്, അതുപോലെ ഫുഡ് ശരിക്കും കഴിക്കാതെ വന്ന് ബുദ്ധിമുട്ടുണ്ടായിരുന്നത് സിസ്റ്റർ അതെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അതെല്ലാവർക്കും കൊടുക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഡാൻസ് കളിക്കാതെ പാത്ത് പതുങ്ങിയിരിക്കുന്നവരെ വരെ നമ്മൾ ഇറക്കി എല്ലാവരും ഫുള്ളൊരു എൻജോയ് വൈബിൽ പോയൊരു ദിവസമായിരുന്നു ഈ ഡേ ട്രിപ്പിൻ്റെ ദിവസം. നമ്മുടെ യാത്ര അധികം ട്രാഫിക് ഇല്ലാതെ നമ്മൾ ഏറ്റുമുഖം ടൂറിസ്റ്റ് വില്ലേജിൻ്റെ സൈഡിൽ കൂടെയുള്ള റൂട്ടിൽ കൂടെയാണ് നമ്മൾ ട്രാവൽ ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറേ പ്രകൃതി സൗന്ദര്യമൊക്കെ ആസ്വദിച്ച് വളരെ പീസ്ഫുള്ളായിട്ട് ട്രാഫിക്ക് നമ്മളെ ഒട്ടുമേ അഫക്റ്റ് ചെയ്യാത്ത രീതിയിലാണ് നമ്മൾ യാത്ര ചെയ്തത്. അതുകൊണ്ട് തന്നെ കുറേ സൗന്ദര്യവും അതുപോലെ തന്നെ പുഴയുടെ ചില റെസ്റ്റോറൻറ്റ് എത്തിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അവിടെ വന്നു. നമ്മളായിരുന്നു ഫസ്റ്റ് ബാച്ച് അവിടെ ഉണ്ടായിരുന്നത്. എല്ലാവരും അവിടെ ഇരുന്ന് എൻജോയ് ചെയ്തു. ഒരു കോഫിയൊക്കെ കുടിച്ചു. അതുപോലെ തന്നെ ആൻസിസ്റ്റർ ആ സമയത്തേക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ കൺഫേം ആക്കി. അതിനുശേഷം ഞങ്ങളെല്ലാവരും കൂടെ ഒരു കോഫി കുടിക്കാനായിട്ട് അവിടുത്തെ തന്നെ റിക്രിയേഷൻ സെൻറ്ററിലായിട്ട് എത്തി. കുറേ നേരം വർത്തമാനമൊക്കെ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ വളരെ എല്ലാവരും ഫ്രീ ആയിട്ടുള്ളൊരു ദിവസമായിരുന്നു അന്ന്. അങ്ങനെ നമ്മൾ കൗണ്ട് ചെയ്ത് നമ്മൾ സിൽവർസ്റ്റോമിൽ എൻ്റർ ചെയ്തു. നമുക്ക് ഗൈഡ് ഉണ്ടായിരുന്നു. നമുക്ക് അവിടുത്തെ സേഫ്റ്റി റൂൾസും അതുപോലെ തന്നെ ഓരോ ടൈമിൽ എന്തൊക്കെ കാര്യങ്ങൾക്ക് നമുക്ക് എൻജോയ് ചെയ്യാമെന്നും നമുക്ക് അവർ കൃത്യമായിട്ടുള്ളൊരു പ്രോപ്പർ ഗൈഡൻസ് തന്നിട്ടുണ്ടായിരുന്നു. അതിനുശേഷം നമ്മൾ ലോക്കറിലേക്ക് പോയി. ലോക്കർ ഫെസിലിറ്റി എടുത്തതുകൊണ്ട് തന്നെ നമ്മുടെ ബിലോങ്ങിങ്സ് ഒക്കെ നമുക്ക് അവിടെ കീപ്പ് ചെയ്യാൻ സാധിച്ചു. എല്ലാവരുടെയും ബാഗ് വെക്കുക, നമ്മൾ സ്നാക്സ്, അങ്ങനെ നമുക്ക് അധികം വെയിറ്റ് ക്യാരി ചെയ്യേണ്ടി വന്നില്ല. അതിനുശേഷമാണ് നമ്മൾ ഓരോ റൈഡ്സിലോട്ടും പോയത്. നമ്മൾ വീഗാലാൻഡിലൊക്കെ പോകുമ്പോഴേക്ക് ഇത്രയോടെ ഭയങ്കര അഡൾട്ട്സിന് പറ്റിയ കാര്യങ്ങളാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഞാൻ സിൽവർസ്റ്റോമിൽ ഇത് ഫസ്റ്റ് ടൈം പോകുന്നതാണ്. കുഞ്ഞുങ്ങൾക്ക് പറ്റിയൊരു അങ്ങനെ വലിയ സേഫ്റ്റി ഇഷ്യൂസ് ഒന്നും ഇല്ലാതെ, നമുക്ക് പറ്റിയ കൺസേൺസ് ഒന്നും ഇല്ലാതെ നമുക്ക് അവരെ കുറച്ച് ഫ്രീ ആയിട്ട് വിടാനും, അവിടുത്തെ കാർഡ്സ് ആണെങ്കിലും അവിടുത്തെ ഗെയിം ഓപ്പറേറ്റേഴ്സൊക്കെ ആണെങ്കിലും ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ട് കുട്ടികളെ അതുപോലെ ടേക്ക് കെയർ ചെയ്താണ് എല്ലാ റൈഡ്സിലും അവരെ കൊണ്ട് എൻജോയ് ചെയ്യിപ്പിച്ചത്. അപ്പം നമ്മളിവിടുന്ന് പോന്നപ്പോഴേ ആൻസിസ്റ്റർ നമുക്ക് ഓരോ ടീച്ചേഴ്സിനെ ഇത്ര സ്റ്റുഡൻസിനെ ഗ്രൂപ്പാക്കി തിരിച്ചു തന്നിട്ടുണ്ടായിരുന്നു. അപ്പം നമ്മൾ അങ്ങനെയാണ് കുഞ്ഞുങ്ങളുമായിട്ട് നടന്നത്. അപ്പം എല്ലാ കുട്ടികളെയും മോണിറ്റർ ചെയ്യാനും എൻജോയ് ചെയ്യാനും ഒരു
ഒരു സ്പേസ് അതിനകത്ത് കിട്ടുന്നുണ്ടായിരുന്നു. ഈ ബൗൺസിങ് ബോളൊക്കെ എല്ലാവരും ടീച്ചേഴ്സ് സ്റ്റുഡൻസ് എല്ലാവരും കൂടെ എൻജോയ് ചെയ്തിരുന്നു. നല്ല അടിപൊളി വൈബായിരുന്നു. പിള്ളേർക്കും നമ്മളെ ഫ്രീ ആയിട്ട് കിട്ടുന്നത് വളരെ ചുരുക്കം അല്ലേ, ക്ലാസ്സിലും മറ്റ് ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാതെ അവരോട് നമ്മൾ പഠിച്ചോ എഴുതിയോ എന്നൊക്കെ ചോദിക്കാതെ ഫുൾ എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു ഇത്. ഫസ്റ്റ് തന്നെ അവർ പ്രൊവൈഡ് ചെയ്യുന്നൊരു സൈറ്റ് വിസിറ്റിംഗ് ആയിരുന്നു. അങ്ങനെ അവരുടെ പാർക്ക് ഫുള്ള് ഒരു ട്രെയിൻ ട്രാം പോലത്തെ ഒരു വെഹിക്കിളിൽ നമ്മൾ എല്ലായിടത്തുമൊക്കെ പോയി എല്ലാമൊക്കെ കണ്ടു. ഏതൊക്കെ റൈഡ്സ് ഉണ്ടെന്ന് നമ്മൾ കണ്ടു. അപ്പോൾ നമുക്ക് ഇന്നതിൽ കയറണം എന്നൊക്കെ ഉള്ളൊരു ഏകദേശ ധാരണ നമുക്ക് ആദ്യം തന്നെ കിട്ടി. അത് 2 ബാച്ചായിട്ടാണ് ഞങ്ങൾ പോയത്. ഞങ്ങൾ ഫസ്റ്റ് ബാച്ച്, സെക്കൻഡ് ബാച്ചിൽ സന്ധ്യ മിസ്സും സ്വപ്നാൻറ്റി ആൻഡ് സിസ്റ്ററും ലിസ സിസ്റ്ററൊക്കെയാണ് സെക്കൻഡ് ബാച്ചിൽ പോയത്. ഫസ്റ്റ് ബാച്ചിൽ ഞങ്ങളെല്ലാവരും ആദ്യമേ പോയിട്ട് വന്നു. അതിനുശേഷം നമ്മൾ ഓരോരോ ഗ്രൂപ്പായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞ് ഓരോരോ ഗെയിംസിലേക്ക് കടന്നു. അവിടെ നമുക്കങ്ങനെ ഏജ് വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും അതിനകത്ത് ഒരുപോലെ ഈക്വലി നമ്മൾ എൻജോയ് ചെയ്തു. നമ്മൾ എത്ര പ്രായമായാലും നമ്മുടെയൊക്കെ ഉള്ളിലൊരു ചെറിയ കുട്ടിയുണ്ട് പറയുന്നത് ഭയങ്കര സത്യമാണ്. കാരണം നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങളിൽ നമ്മൾ സന്തോഷം കണ്ടെത്തുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് ചിരിക്കാൻ പറ്റുക, ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് നമുക്ക് കരയാൻ പറ്റുക എന്നൊക്കെ പറയുന്നത് വലിയൊരു കഴിവാണ്. കാരണം നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ എൻജോയ് ചെയ്ത് എക്സ്പ്രസ് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടെ നമ്മൾ ഫ്രീ ആകുന്നത്. നമ്മുടെ ഇന്നർ ചൈൽഡിനെ അത് നമ്മൾ തന്നെ നറിച്ച് ചെയ്യണം എന്ന് പറയുന്നതൊക്കെ ഇതുകൊണ്ടാണ്. അപ്പോൾ അതിനൊക്കെ പറ്റിയൊരു ദിവസമായിരുന്നു. ബോത്ത് സ്റ്റുഡൻസിനും ടീച്ചേഴ്സിനും ഒക്കെ അതൊരു വലിയൊരു റിക്രിയേഷൻ തന്നെയായിരുന്നു. നമ്മളെടുത്ത പാക്കേജിൽ തന്നെ നമ്മുടെ മീൽസും ഇൻക്ലൂഡഡ് ആയിരുന്നു. ഞങ്ങളെല്ലാവരും കുട്ടികളെല്ലാം ഇരുന്നതിന് ശേഷം ഞങ്ങളും കഴിക്കാനിരുന്നു. വെജ് മീൽസും അതുപോലെ തന്നെ നോൺ വെജ് മീൽസൊക്കെ അവൈലബിൾ ആയിരുന്നു. അതിനുശേഷം നമ്മൾ അധികം ദേഹം കുലുങ്ങുന്ന റൈഡ്സിലൊന്നും നമ്മൾ കയറിയിട്ടില്ല. അതിനുശേഷം വളരെ സ്ലൈഡിങ് ആയിട്ടുള്ളതും കാർ റൈസിങ് പോലുള്ള ചെറിയ ചെറിയ ഗെയിംസ് മാത്രമായിരുന്നു ആഫ്റ്റർനൂൺ നമ്മുടെ പാക്കേജിലുണ്ടായിരുന്നത്. അതിനുശേഷമാണ് കുട്ടികളുടെ ഏറ്റവും വെയിറ്റ് ചെയ്തിരുന്ന ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വാട്ടർ റൈഡ്സൊക്കെ അങ്ങനെയാണ്. അതിന് ശേഷമാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്തത്. എല്ലാവരും അടിപൊളിയായിട്ട് എല്ലാം എൻജോയ് ചെയ്തു. എല്ലാവരും ഓടിക്കുന്നുണ്ടായിരുന്നു, എല്ലാവരും എൻജോയ് ചെയ്തു. അതുപോലെ തന്നെ അവിടെ കണ്ടൊരു കാര്യമാണ്, ഒരാളുടെ കാറ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്തില്ലെങ്കിൽ എടാ അങ്ങനെയല്ല ഇങ്ങനെയാണ് എന്ന് അപ്പുറത്തിരിക്കുന്ന ആളെ എൻകറേജ് ചെയ്യാനുള്ള വലിയൊരു ത്വര നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നു. അതെല്ലാം ശരിക്കും അപ്രിഷ്യേറ്റബിൾ ആണ്. അതൊക്കെ നമുക്ക് ചൂടെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ള സോഷ്യലൈസിങ് ആയിട്ടുള്ള പിക്നിക്സിലും നമ്മുടെ ഔട്ട്ഡോർ ആക്ടിവിറ്റീസിലൊക്കെയാണ്. ഞങ്ങളെല്ലാവരും വെള്ളത്തിലൊക്കെ ഇറങ്ങിയപ്പോൾ ഞാനും സിസ്റ്ററും ജീനാമിസൊക്കെ കുറേ പേര് നമ്മൾ വെള്ളത്തിൽ അത്ര എക്സ്പ്ലോർ ചെയ്താൽ പോയില്ല. ബട്ട് എല്ലാവരെയും മോണിറ്റർ ചെയ്ത് നമ്മൾ അതിൻ്റെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അവരുടെ എൻജോയ്മെൻറ്റ് കാണുമ്പോൾ നമുക്കും ഭയങ്കര സന്തോഷമായിരുന്നു. കുഞ്ഞുങ്ങളൊക്കെ ഈശ്വരയുടെ എക്സ്പോസ് ചെയ്ത് അല്ലെങ്കിൽ അവരെ എക്സ്പ്ലോർ ചെയ്യുന്നത് കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് ടീച്ചേഴ്സ് ഇവിടെ എയറിലൊക്കെ പോയി ഭയങ്കര അടിപൊളിയായിരുന്നു. അവരും കുഞ്ഞുങ്ങളും ഞങ്ങൾ റൈഡ്സ് എടുക്കുന്നത് കാണുമ്പോൾ കുട്ടികൾക്ക് അതിനേക്കാൾ വലിയ സന്തോഷമായിരുന്നു. അങ്ങനെയായിരുന്നു ആ ഒരു ദിവസം നമ്മൾ ഫുൾ വൈബിൽ പോരുന്നത്. കുറച്ച് കുട്ടികൾക്ക് മാത്രമേ വാട്ടർ കൺസേൺ കിട്ടാനുള്ളൂ. അവരൊക്കെ ഞങ്ങൾ കരയിൽ നിന്ന് അത് എൻജോയ് ചെയ്യുകയും ചെയ്തു. ഇതിപ്പം 2ാമത്തെ ബാച്ചിൽ ആൻസിസ്റ്ററും ജീന മിസ്സും സ്വപ്ന ചേച്ചിയൊക്കെയാണ് പോയത്. അവരും അത് ഫുള്ളായിട്ട് എൻജോയ് ചെയ്തു. എനിക്ക് ഹൈറ്റ്സ് ഭയങ്കര പേടിയുള്ളതാണ്. അത് നേരത്തെ തൊട്ടേ അങ്ങനെയാണ്. അതുകൊണ്ട് ഞാൻ അങ്ങനെയുള്ള കാര്യങ്ങളും റിസ്ക് എടുക്കുന്ന ഒരു കാര്യങ്ങളും ബോയ്സിനും ഗേൾസിനും 2 സെക്ഷനായിരുന്നു. അവിടെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും നിന്ന് എല്ലാവരെയും കൃത്യമായി മോണിറ്റർ ചെയ്യുന്നു. അവിടുത്തെ ലൈഫ് ഗാർഡ്സ് അതിനേക്കാൾ കോൺഷ്യസ് ആയിരുന്നു. ബട്ട് സിസ്റ്ററും എല്ലാവരും കൂടെ ഭയങ്കര ഹാപ്പി ആയിട്ട് നമ്മൾ എത്ര എൻജോയ് ചെയ്യാലും നമ്മുടെ സേഫ്റ്റി ലൈൻ വിട്ടു പോകാതെ ആർക്കും ഒരു ഇഞ്ചുറിയോ മറ്റ് ബുദ്ധിമുട്ടുകളോ ഒന്നും ചെയ്യാതെ നമ്മൾ ഒരു ചെറിയൊരു ഇൻസിഡൻറ്റ് ഉണ്ടായാൽ തന്നെ നമ്മൾ എൻ്റെ ട്രിപ്പിൻ്റെ ആ ഒരു സന്തോഷം പോകുമല്ലോ. അപ്പം അതൊക്കെ വളരെ കൺസേൺഡ് ആയിട്ട് നമ്മളതൊക്കെ ചെയ്തു. നമ്മളൊരു 4 മണിയായപ്പോഴേക്കും നമ്മുടെ എല്ലാ ആക്ടിവിറ്റീസും നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. നമ്മൾ ഡ്രസ്സ് മാറി കുഞ്ഞുങ്ങളെ എല്ലാം ലൈനാക്കി നിർത്തി. നമുക്ക് അവിടുന്ന് തന്നെ കോംപ്ലിമെൻ്റ് ആയിട്ട് അവർ നമ്മൾ സ്നാക്സൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഒരു ദിവസം ഫുൾ എൻജോയ് ചെയ്തു. അവരെല്ലാം കുറച്ച് ഇരുന്നു. അതിന് ശേഷമാണ് നമ്മൾ ഗ്രൂപ്പ് ഫോട്ടോയ്ക്ക് വേണ്ടിയിട്ട് മാറിയതും നമ്മൾ ഫോട്ടോ എടുത്ത് അവിടെ നിന്ന് വളരെ ഹാപ്പി ആയിട്ട് പോകുന്നത്. യാത്ര ചെയ്തപ്പോൾ ഞാൻ ഓർക്കുകയാണ്, ഇതൊക്കെ ഇവരുടെ കുഞ്ഞു മനസ്സിൽ എന്തോരം ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ് ആയിരിക്കും തന്നിരിക്കുന്നത്. നമ്മൾ തന്നെ ഇവരുടെ കൂടെ കമ്പനി ചെയ്തപ്പോൾ നമ്മുടെ കുഞ്ഞിലത്തെ യാത്രകളും നമ്മുടെ കൂട്ടുകാരുടെ കൂടെ പോയതും അങ്ങനെ ഒത്തിരി 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 ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള മെമ്മറീസ്
അങ്ങനെ നമ്മൾ അവിടെ നിന്ന് യാത്ര തിരിച്ചു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. പോയി ചൊല്ലാമോ തെക്കൻ പൂങ്കാറ്റേ, പോയി ചൊല്ലാമോ നീല കണ്ണുള്ള എന്നീല പെണ്ണോട്, നീല കണ്ണുള്ള എന്നീല പെണ്ണോട് എൻ്റെ ഉള്ളിലുള്ള മോഹമൊന്നു ചൊല്ലാമോ നീ. പൂങ്കാറ്റേ പോയി ചൊല്ലാമോ, തെക്കൻ പൂങ്കാറ്റേ പോയി ചൊല്ലാമോ കള്ളക്കണ്ണുള്ള. അതിനുശേഷം ലേസർ ഷോയ്ക്കായി പാട്ടൊക്കെ ഇട്ട് നമ്മൾ അടിച്ച് പൊളിച്ച് എല്ലാവരും പ്രെയർ കഴിഞ്ഞിട്ട് എൻജോയ് ചെയ്താണ് ടിൽ സ്കൂൾ വരെ നമ്മൾ എത്തിയത്. അങ്ങനെ ദൈവാനുഗ്രഹത്താൽ നമ്മൾ വളരെ സന്തോഷത്തോടുകൂടി ട്രിപ്പ് നമ്മൾ ഏകദേശം 6:30 നമ്മൾ സ്കൂൾ അങ്ങനെ തിരിച്ചെത്തി. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.